ഇതുപോലെ ഒരു ഗ്ലാസ് ചായ തയ്യാറാക്കി ദിവസവും കുടിക്കുന്നത് ദഹന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തും. എന്തെങ്കിലും വേദനകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനായിട്ടും ഈ ഒരു ചായ സഹായിക്കുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഒട്ടുമിക്ക ആളുകളും. അങ്ങനെയാണെങ്കിൽ ഈ ചായ കുറച്ചുകൂടെ ആരോഗ്യമുള്ളതാക്കിയാലോ? നമ്മുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും ദഹനം മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു ചായയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് ഈ ചായ തയ്യാറാക്കുക എന്ന് നോക്കാം. ഈ ചായ തയ്യാറാക്കാനായിട്ട് പ്രധാനമായിട്ട് വേണ്ടത് ചായപ്പൊടി തന്നെയാണ്. ഇവിടെ 1 സ്പൂൺ ചായപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുരുമുളകാണ്. 1/2 സ്പൂണോളം കുരുമുളക് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് ഇഞ്ചിപ്പൊടിയാണ്, ചുക്കുപൊടി. ഇത് ഒരു 1/2 സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇഞ്ചി പൊടിയായിട്ടില്ലെന്നുണ്ടെങ്കിൽ അല്ലാതെ ഇഞ്ചി കഷ്ണം എടുത്താലും മതിയാകും. ഇനി വേണ്ടത് കറുവപ്പട്ടയാണ്. ഒരു ചെറിയ 2 കഷ്ണം കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. പൊടിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 1/4 സ്പൂൺ മതി. അടുത്തതായിട്ട് വേണ്ടത് ഒരു ഏലക്കയും അതുപോലെ ഒരു 3-4 ഗ്രാമ്പൂവുമാണ്. അവസാനമായിട്ട് നമുക്ക് വേണ്ടത് 1 ഗ്ലാസ് നിറയെ വെള്ളമാണ്. നമുക്ക് ഈ കുരുമുളകും അതുപോലെ തന്നെ ചെറിയ കഷ്ണം കറുവപ്പട്ടയും ഒരു ഏലക്കയും 4 ഗ്രാമ്പും ഉണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുരുമുളകും ഏലക്കയും ഗ്രാമ്പുവും നന്നായിട്ട് പൊടിച്ച് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് ചതച്ചെടുത്താൽ മതി, ഒരുപാട് പൊടിയാക്കണം എന്നൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു 1/2 സ്പൂൺ നിറയെ ഇഞ്ചി പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചായക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചായ തയ്യാറാക്കാം. അപ്പോൾ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാവാൻ അനുവദിക്കുക. അപ്പോൾ നമ്മുടെ വെള്ളം ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം പൊടിച്ചു വെച്ചിട്ടുള്ളതെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്തുള്ള ഈ ഇഞ്ചിപ്പൊടി ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഓക്കാനം കുറയ്ക്കാനും ചുമ, ജലദോഷം എന്നിവയുടെ ലക്ഷണങ്ങളൊക്കെ കുറയ്ക്കാനും സഹായിക്കുന്നതാണ്. അതുപോലെ കുരുമുളക് ചുമ, തൊണ്ടയിലെ അസ്വസ്ഥതകളൊക്കെ തടയും. നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും കുരുമുളക് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ഫാറ്റ് ബേൺ ചെയ്യാനും ഇത് സഹായിക്കും. ഈ കറുവപ്പട്ട കോശങ്ങളെ ഫ്രീ റാഡിക്കൽ ഡാമേജിൽ നിന്ന് സംരക്ഷിക്കും. ഡയബറ്റീസ് ഒക്കെ ഉള്ളവർ ഈ ഒരു കറുവപ്പട്ട ഇട്ട് ചായ കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഗ്രാമ്പൂ ചെസ്റ്റ് കൺജഷൻ കുറയ്ക്കാനും അതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ തടയാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. ഇത് നന്നായിട്ട് തിളപ്പിക്കാൻ അനുവദിക്കുക. ഇതിനകത്ത് നമ്മൾ ഏലക്ക കൂടി ഇട്ടിട്ടുണ്ട്. ഏലക്ക ഇട്ട് ചായ കുടിക്കുന്നത് പൊതുവേ നമ്മുടെ ഓറൽ ഹെൽത്തിന് നല്ലതാണ്. അതുപോലെ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തും, ദഹനത്തിനും നല്ലതാണ്. അപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട് ചായ. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂൺ ചായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തികച്ചും ഹെൽത്തി ആയിട്ടുള്ള ഒരു ചായ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ദഹന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും നമ്മുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു ചായയാണിത്. ഇനി നമുക്കിത് അരിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇതുപോലെ ഒരു ഗ്ലാസ് ചായ തയ്യാറാക്കി ദിവസവും കുടിക്കുന്നത് ദഹന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തും. എന്തെങ്കിലും വേദനകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനായിട്ടും ഈ ഒരു ചായ സഹായിക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളും ഇതുപോലൊരു ചായ തയ്യാറാക്കി കുടിച്ച് നോക്കുക. നമ്മുടെ വയറിനൊക്കെ ആശ്വാസം കിട്ടാനും ഇത് സഹായിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.